ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ട്യൂണ മക്രോണിയാണ്. അപ്പോൾ നല്ല ട്യൂണയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മക്രോണിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും അതുപോലെ നമുക്ക് പെട്ടെന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് റെസിപ്പിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് സ്പെഷ്യലായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാമിൻ്റെ ഒരു പാസ്തയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാസ്തയോ മക്രോണിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ട്യൂണയുടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്യൂണ ഫിഷ് സൺഫ്ലവർ ഓയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാസ്ത നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ പാസ്ത അല്ലെങ്കിൽ മക്രോണി എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വേവുന്ന സമയത്ത് എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മക്രോണി അല്ലെങ്കിൽ പാസ്ത നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു 80% ഒന്ന് ഈ ഒരു പാസ്ത ഒന്നിങ്ങനെ കുക്കായി കഴിഞ്ഞാൽ നമ്മളിതിന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ കഴുകി കൊടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം കഴുകുന്ന സമയത്ത് ഒന്ന് നല്ല നീറ്റായിട്ട് വരും. ആ സ്റ്റാർച്ചൊക്കെ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ കറക്റ്റ് ഇങ്ങനെ മുറിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേവരുതിട്ട് ഒരുപാടങ്ങ് വെന്ത് കുഴയുന്ന സമയത്ത് നമ്മൾ മിക്സൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 80% ഒന്ന് കുക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളത് കുക്കായതുകൊണ്ട് തന്നെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി മസാലയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെ എടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പാസ്ത ഇപ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെള്ളത്തിലൊക്കെ നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കഴുകിയിട്ടൊന്ന് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വാർന്ന് വരാനായിട്ട്. അപ്പോൾ നമ്മൾ സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി എൻ്റെ കയ്യിൽ പേസ്റ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി. അപ്പോൾ അത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമുളകൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് മിക്സിയിൽ ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് വെക്കണേ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കൂടെ പുകഞ്ഞ് കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്ന വരെ വഴറ്റി കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു തക്കാളിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്നിങ്ങനെ ഉടഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ട്യൂണ ഫിഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലുള്ള ഒരു ഓയിലും എല്ലാം കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വഴറ്റുന്ന സമയത്ത് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. ഈ ഒരു ഓയിലും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് അത്രയും കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിലർ ഇതുപോലെ ആ ഓയിൽ മാറ്റിയിട്ടാണ് ആ മീനും ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാലയ്ക്ക് അത്യാവശ്യം എല്ലാത്തിനും തന്നെ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ പൊതുവേ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. എനിക്ക് ആ ഓയിലും കൂടെ ആയിട്ട് എനിക്ക് അങ്ങനെ ടേസ്റ്റിൻ്റെ ഒരു കുറവായിട്ടോ അങ്ങനെ തോന്നിയില്ല. കുറച്ചുകൂടെ ടേസ്റ്റാണ് തോന്നിയത്. കാരണം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ എണ്ണയ്ക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു മീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വലിയ വലിയ പീസായിട്ടുള്ള മീനാണെങ്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ എരിവും ഉപ്പൊക്കെ നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കറക്റ്റ് പാകമായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിനാണ് നമ്മൾ ആ ഒരു പാസ്ത കുക്കായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് വെന്ത് കുഴഞ്ഞിട്ട് നമുക്കൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു 80%ഓളം കുക്കായിട്ട് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നല്ലൊരു ഷേപ്പാണല്ലോ. ആ ഷേപ്പൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും.
നമ്മളെ കയ്യിൽ ഇതുപോലെ ട്യൂണ ഫിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ടിന്നായിട്ടുള്ള ഫിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അയലൊക്കെ ഇതുപോലെ ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്നിങ്ങനെ വേവിച്ചെടുത്തിട്ട് ആ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചിലർ ഈ ഒരു ഫിഷിൻ്റെ ഒരു പാസ്തയിലാണെങ്കിലും എഗ്ഗൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മക്രോണി ചേർക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു മസാലയിൽ എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ആ ഒരു മക്രോണി കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ട്യൂണ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.